നിലാവ്. ഈ നിലാവൊക്കെ കാണുമ്പോൾ എനിക്കൊരു പാട്ട് പാടാൻ തോന്നുന്നുണ്ട്. നിലാവേ മായുമോ? ഇല്ല. ഈ നിലാവ് തന്നെയാണോ അത് പറഞ്ഞത്? അവിടുന്ന് വായുമ്പോൾ നിൽക്കാണ്ട് നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. അതാരാ? ഓ, ഇവനായിരുന്നോ? എന്താടാ? എനിക്കെന്റെ വീട്ടിൽ പോണം. ഞാനിവിടെ നിൽക്കുന്നില്ല. വീട്ടിൽ പോകണമെന്നോ? അതിനിപ്പോൾ എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടല്ല. എനിക്കെന്റെ വീട്ടിൽ പോകണം. എടാ സൽമാനെ, നീ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഞാൻ വാശി പിടിക്കുന്നൊന്നുമല്ല. പിന്നെ എന്തിനാ നീ ഇപ്പോൾ തന്നെ വീട്ടിൽ പോകണമെന്ന് പറയുന്നത്? അത് നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താടാ, നീ ഒന്ന് പറ. എടാ, നമ്മൾ നേരത്തെ പുറത്തു പോയിട്ട് കളിച്ച കളികളൊക്കെ നിന്റെ അങ്കിളിന് മനസ്സിലായി. അതെങ്ങനെ? അതറിയില്ല. നിന്റെ അങ്കിൾ നിന്റെ ആന്റിയോട് പറയുന്നത് കേട്ടതാണ് ഞാൻ. എനിക്ക് പേടിയാകുന്നുണ്ട്. ഇപ്പോൾ നിന്റെ അങ്കിൾ വന്നിട്ട് നമ്മളെ വഴക്ക് പറയും. ഹേയ്, നീ പേടിക്കാതെടാ. പേടിക്കണ്ട എന്നോ? നിന്റെ അങ്കിൾ ഇപ്പോൾ വന്ന് നമ്മളെ വഴക്ക് പറയും. നമുക്കൊരു കാര്യം ചെയ്താലോ? എന്ത് കാര്യം? എന്തായാലും അങ്കിൾ വന്നിട്ട് നമ്മളെ അടിക്കുകയൊന്നുമില്ല. പകരം നമ്മളോട് ചോദിക്കും എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും അങ്കിളിനോട് പറഞ്ഞില്ല എന്ന്. അപ്പോൾ എന്ത് പറയും? അപ്പോൾ നമുക്ക് പറയാം ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണെന്ന്. പറഞ്ഞതാണെന്നോ? ആരോട്? നമ്മുടെ പാത്തു ആന്റിയോട് തന്നെ. കുഞ്ഞി പാത്തുവിനോടാ? ആടാ, നമുക്ക് പറയാം നമ്മൾ പാത്തു ആന്റിയോട് എല്ലാം പറഞ്ഞതാണെന്ന്. എന്തായാലും അങ്കിൾ പോയിട്ട് അത് പാത്തു ആന്റിയോടൊന്നും ചോദിക്കില്ല. ഉറപ്പാണോ? ആടാ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എല്ലാ കാര്യവും പാത്തു ആന്റിയുടെ തലയിൽ തന്നെ ആക്കാം. എന്റെ അല്ലോ, ഇവരൊക്കെ കൂടി എല്ലാം എന്റെ തലയിൽ കെട്ടിവെക്കുന്ന? അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. അങ്കിൾ ചോദിച്ചാൽ നമുക്ക് പറയാം ഇതൊക്കെ പാത്തു ആന്റിയോട് നമ്മൾ പറഞ്ഞതാണ്. പാത്തു ആന്റി ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തതാണെന്ന്. എന്തൊക്കെ ഇവര് പറയുന്നത്? വെറുതെ ഇരിക്കുന്ന എന്റെ തലയിലാണ് ഇതൊക്കെ കെട്ടിവെക്കുന്നത്. അതിന് ഈ കുഞ്ഞിപ്പാത്തു സമ്മതിക്കില്ല. എന്നാൽ ഓക്കേ. തെറ്റ്. സെറ്റല്ലടാ, തെറ്റ്. രണ്ടെണ്ണത്തിനെ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം. ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. ഞാൻ നിന്റെ ടെൻഷനൊക്കെ കണ്ടിട്ട് പേടിച്ചു. എന്നാൽ നമുക്ക് വേഗം ഉറങ്ങാം. അങ്കിൾ വന്നിട്ട് ഓരോന്ന് ചോദിക്കാൻ ഇടയാക്കണ്ട. നിന്റെ അങ്കിൾ നമ്മുടെ അടുത്തേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് വേഗം കിടന്നുറങ്ങാം. അത് പുറത്തു നിന്ന് വല്ല നായോ കുറുക്കനാറ്റം കരഞ്ഞതാണ്. അതായിരുന്നോ? അതാണ്. നീ വെറുതെ പേടിക്കണ്ട. എന്നാൽ ഞാൻ പോയിട്ട് ആ ജനലിന്റെ വാതിൽ അടക്കട്ടെ. പണ്ടാരോ, ഇതൊക്കെ ആരാ തുറന്നിട്ടത്? അത് നേരത്തെ ഞാൻ തന്നെയല്ലേ തുറന്നിട്ടത്? എന്തെങ്കിലും ആകട്ടെ, അടച്ചേക്കാം. അതൊന്നും ഇപ്പോൾ അങ്ങോട്ട് പോയത്? ഒന്നുമില്ലേ? എനിക്ക് തോന്നിയതായിരിക്കുമോ? തോന്നിയതായിരിക്കും, അല്ലാതെ എന്തുണ്ടാവാനാ? വേഗം വന്ന് ഈ ജനൽ അടയ്ക്കട്ടെ. അയ്യോ, പിന്നെയും പോയി. അപ്പോൾ ഇതെനിക്ക് തോന്നിയതല്ല, ശരിക്കും പോകുന്നത് തന്നെയാണ്. അയ്യോ സൽമാനെ, എന്താടാ? എടാ സൽമാനെ, എന്താടാ? നീ ഒന്ന് തെളിച്ചു പറ. എടാ, അവിടെ സ്പ്രേ ഉണ്ടാ? സ്പ്രേ അല്ലടാ, അവിടെ പ്രേതം. എന്ത് പ്രേതമോ? ആടാ, പ്രേതം. നീ എന്താടാ പറയുന്നത്? പ്രേതമോ? ആടാ പൊട്ട, പ്രേതം തന്നെ. ഇവൻ ഇതെന്തൊക്കെയാ പറയുന്നത്? മലയാളം അല്ലടാ. ഈ പ്രേതം എന്നൊക്കെ പറഞ്ഞാൽ, പ്രേതം എന്ന് പറഞ്ഞാൽ ഭൂതം. നിനക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ അവിടെ പോയിട്ട് നോക്ക്. ഇവിടുന്ന് കുടുകുടൊന്ന് പറയാണ്ടേ. ഇവൻ പറയുന്നതൊക്കെ സത്യമായിരിക്കുമോ? ഇനി ശരിക്കും പ്രേതം ഉണ്ടായിരിക്കുമോ? എന്താ പ്രേതോ? എടാ പൊട്ട, അത് കരണ്ട് പോയതാ. കരണ്ട് പോയതാണോ? കരണ്ടിന് പോകാൻ കണ്ട സമയം മനുഷ്യൻ പേടിച്ചു പോയി. അയ്യോ, എന്താ? നോക്കിയേ, അവിടെയുള്ള ആ കരണ്ട് പോയിട്ടില്ല. അതിനെന്താ? അതിനൊന്നുമില്ലേ? ഇല്ല, അത് കരണ്ട് പോയാൽ കത്തുന്ന ലൈറ്റാണ്. അങ്ങനെയായിരുന്നോ? അങ്ങനെ തന്നെ. നീ പോയിട്ട് ആ ജനലിന്റെ വാതിൽ അടയ്ക്ക്. എടാ ഇക്രു, അത് വേണോ? എനിക്കെന്തോ ഒരു പേടി പോലെ. വേണം. നിനക്കല്ലേ ഞാൻ പ്രേതമുണ്ടെന്ന് പറഞ്ഞിട്ട് വിശ്വാസമാകാത്തത്. അതുകൊണ്ട് നീ തന്നെ പോയിട്ട് അടയ്ക്ക്. എടാ, എനിക്കെന്തോ ഒരു പേടി പോലെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ തന്നെ പോയിട്ട് അടയ്ക്കണം. എന്റെ അള്ളോ, ഞാൻ വല്ലാത്തൊരു പെടലാണല്ലോ പെട്ടത്. വേഗം ഓടി ചെന്നിട്ട് പോയി അടയ്ക്കാം. മഞ്ഞ മഞ്ഞ മഞ്ഞ.
സീരിയസ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഇവൻ പാട്ട് പാടുന്നത്. എടാ സൽമാനെ, നിന്നോട് ജനലടയ്ക്കാൻ പറഞ്ഞിട്ട് നീ അത് അടയ്ക്കാതെ മഞ്ഞ 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 ബൾബുകൾ എന്നുള്ള പാട്ട് പാടുന്ന? എടാ ഞാൻ പാട്ട് പാടിയതല്ല, നീ ഒന്ന് വന്നിത് നോക്കിയേ. എന്ത്? ഇത് തന്നെ, ഇതൊന്ന് നോക്ക്. ഈ മഞ്ഞ പ്രേതത്തിനെ കണ്ടിട്ടാടാ ഞാൻ മഞ്ഞ മഞ്ഞ എന്ന് പറഞ്ഞത്, അല്ലാതെ മഞ്ഞ 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 ബൾബുകൾ എന്നുള്ള പാട്ട് പാടിയതല്ലടാ. ഇവൻ പോയാ? എനിക്കിട്ട് പണി തരുംല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് ഞാൻ ശരിക്കും കാണിച്ചു തരാം ഈ കുഞ്ഞിപ്പാത്തു ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും രണ്ടെണ്ണം പേടിച്ചു പോയിക്ക്. ഈ കുഞ്ഞിപ്പാത്തുവിൻ്റെ അവരുടെ കളി. അയ്യോ, ഇതായിരുന്നു. ഈ മഞ്ഞ ഭൂതത്തിനെ കണ്ടാൽ ആരായാലും പേടിച്ചു പോകും. മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോരു സാധനം. എന്തായാലും ഇത് വേണ്ട. ഇത് കണ്ടിട്ട് ഞാൻ തന്നെ പേടിച്ചു പോയി. പോയി വേറെ എടുത്തിട്ട് കുട്ടികളെ പേടിപ്പിക്കാം. നിന്നോട് ആരാടാ പറഞ്ഞത് എന്നെ കൂട്ടാതെ ഓടാന്? ഒന്ന് പോടാ അവിടുന്ന്. പ്രേതത്തിനെ കണ്ടാൽ ആരായാലും ഓടില്ലേ? എന്നാലും അതെവിടുന്നാടാ ആ മഞ്ഞ പ്രേതം വന്നത്? ഓ അല്ലടാ, അത് ശരിക്കും പ്രേതം തന്നെയാണോ? നീ എന്താ ഇപ്പോൾ കണ്ടത്? അത് പ്രേതത്തിന്. പിന്നെ കിന്നാരം ചോദിക്കണ? പ്രേതമുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അതല്ലടാ, ഈ പ്രേതമൊക്കെ ഇവിടെ ഉണ്ടാകുമോ? അതങ്ങ് കാട്ടിലും പിന്നെ ഒറ്റപ്പെട്ട സ്ഥലത്തൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഹേയ്, അങ്ങനെയൊന്നുമല്ല. എനിക്ക് പണ്ട് എന്റെ ഉമ്മൂമ്മ ഒരു കഥ പറഞ്ഞു തന്നിരുന്നു. എന്ത് കഥ? പ്രേതത്തിന്റെ കഥ തന്നെ. ഈ നാട്ടിൽ പണ്ട് പ്രേതമുണ്ടായിരുന്നത്രേ. പേടിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയലടാ. ഞാൻ നിന്നെ പേടിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നോട് എന്റെ ഉമ്മൂമ്മ പറഞ്ഞ കാര്യം പറഞ്ഞതാ. പണ്ട് ഈ നാട്ടിൽ ഇതുപോലെ ധാരാളം വീടൊന്നും ഉണ്ടായിരുന്നില്ല. ഒറ്റപ്പെട്ട് 3-4 വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഈ നാട്ടിൽ എല്ലാവർക്കും പ്രേതത്തിന്റെ ശല്യം ഉണ്ടായിരുന്നത്രേ. എന്നിട്ട് ആ നാട്ടുകാരൊക്കെ ചേർന്ന് ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്നു. ആ മന്ത്രവാദി ആ പ്രേതത്തിനെ തളച്ചിട്ടു. പിന്നെ ഇവർക്ക് പ്രേതത്തിന്റെ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല എന്നാ പറഞ്ഞത്. ഹായ്, കരണ്ട് വന്നു. സമാധാനമായി. കെട്ടിപ്പോയി. ഇത് വെച്ച് ഈ കുഞ്ഞിപ്പാത്തൊരു കലക്കും. ഇത് കണ്ടിട്ട് അവർ പേടിച്ച് മൂത്രം വയ്ക്കും. എന്തല്ലോ, ഇതിനെ കാണുമ്പോൾ എനിക്കും പേടിയാകുന്നുണ്ട്. വേഗം ചെന്നിട്ട് ആ പിള്ളേരെ ഒന്നും കൂടി പേടിപ്പിച്ചിട്ട് ഇത് ഇവിടെ തന്നെ വെക്കാം. ഇതൊക്കെ എന്റെ മൂസക്ക അറിഞ്ഞാൽ എന്റെ കാര്യം തീർന്ന്. വേഗം ചെന്നിട്ട് ഒന്നും കൂടെ മെയിൻ ഓഫ് ആക്കാം. കരണ്ടൊന്നില്ലാതെ അവർ പേടിക്കട്ടെ. വാടാ, നമുക്ക് പോകാം. എവിടെ പോകാമെന്ന്? അങ്കിളിന്റെ അടുത്ത്. നമുക്ക് അവിടെ പോയി കിടക്കാം. നീ ഒന്ന് പോടാ അവിടുന്ന്. എന്നിട്ട് വേണം അങ്കിൾ നമ്മളോട് നേരത്തെ കളിച്ച കളികളൊക്കെ ചോദിക്കുവാൻ. അത് ശരിയാണല്ലോ. പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യുവാൻ? നമുക്ക് ഇവിടെ തന്നെ കിടന്നുറങ്ങാം. അല്ലടാ, ഇപ്പോൾ പിന്നെയും കരണ്ട് പോകില്ലേ? നീ ഒന്ന് പോടാ അവിടുന്ന്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല. നീ കിടന്നുറങ്ങ്. അയ്യോ, പിന്നെയും കരണ്ട് പോയി. അതാരാ ചിരിക്കുന്നത്? പ്രേതം തന്നെ, അല്ലാണ്ട് വേറെ ആരാ? എടാ, എനിക്കിപ്പോൾ ശരിക്കും പേടിയാകുന്നുണ്ട്. എനിക്കും. അല്ലപ്പാ, ഇത് ഫുൾ ബിറ്റ് തന്നെ. എന്റെ ചിരി കേട്ടിട്ടാണോ ഇവർ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ ഇവരുടെ കളി കണ്ടിട്ടല്ലേ ശരിക്കും ചിരിച്ചത്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട. നമുക്ക് അങ്കിളിന്റെ അടുത്തേക്ക് പോകാം. നീ വാ. അയ്യോ, അവരിങ്ങോട്ടേക്കാണല്ലോ വരുന്നത്. എന്നെ കണ്ടാൽ അവർക്ക് മനസ്സിലാകും ഞാനാ ഇതൊക്കെ കളിക്കുന്നതെന്ന്. അവരിങ്ങ് എത്തും മുന്നേ വേഗം ഇവിടെ നിന്ന് മാറി നിൽക്കാം. എടാ, ഇവിടെ എങ്ങാനും പ്രേതമുണ്ടാകുമോ? അറിയില്ലടാ, എനിക്ക് ശരിക്കും പേടിയാകുന്നുണ്ട്. നീ എന്റെ കൈ മുറുക്കെ പിടിക്ക്. കൈ മുറുകെ പിടിച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും മെല്ലെ നടക്കാം. എടാ, നമ്മുടെ പിറകിൽ ആരെങ്കിലും ഉണ്ടോ? നീ എന്താടാ അങ്ങനെ പറഞ്ഞത്? അല്ല, എനിക്ക് ആരോ ഉള്ളതുപോലെ തന്നെ തോന്നുന്നു. നീ ഒന്ന് മെല്ലെ തിരിഞ്ഞു നോക്ക്. ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ തിരിഞ്ഞു നോക്കില്ല, നീ നോക്ക്. ഞാൻ നോക്കില്ല, നീ നോക്കടാ. ഒന്ന് പോടാ അവിടുന്ന്, ഞാൻ നോക്കില്ല. എന്നാൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നോക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. അയ്യോ, എടാ പൊട്ടാ, നീ
എന്നാ പിന്നെ നിനക്കത് എന്നോട് പറഞ്ഞൂടായിരുന്നോ? ആ പ്രേതം ഇപ്പോൾ എന്നെ പിടിച്ച് തിന്നുമായിരുന്നില്ലേ? അതിന് പ്രേതം എവിടെ? അഥവാ ഉണ്ടെങ്കിൽ അതെന്നെ തിന്നുമായിരുന്നില്ലേ എന്ന്. അതിനിപ്പോൾ ഇല്ലാലോ. ഉണ്ടെങ്കിലോ? അതിനില്ലാലോടാ. അഥവാ ഉണ്ടായിരുന്നെങ്കിലോ? അതിനില്ലല്ലോ. പിന്നെന്തിനിങ്ങനെ പറയുന്നത്? അഥവാ ഉണ്ടായിരുന്നെങ്കിലോ? ഒന്ന് പോടാ അവിടുന്ന്. നിന്റോടല്ലേ ഇല്ലാന്ന് പറഞ്ഞത്? അഥവാ ഉണ്ടായിരുന്നെങ്കിലോ? ആനമുട്ട നിന്റോടെന്നാ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ? കോഴിമുട്ട നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? എന്തപ്പാ ഇവർ വരാത്തത്? ഞാൻ കുറെ സമയമായി ഇതും പിടിച്ചിങ്ങനെ നിൽക്കുന്നു. അവര് വന്നിട്ട് വേണം അവരെ ഒന്ന് പേടിപ്പിച്ചിട്ട് പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുവാൻ. എന്തായാലും എന്നെ ഈ വേഷത്തിൽ കണ്ടാൽ അവർ പേടിച്ചു പോകും. ശരിക്കും പറഞ്ഞാൽ അവർ രണ്ടുപേരും വെറും പേടിത്തൊണ്ടന്മാർ തന്നെയാ. ഈ കുഞ്ഞിപ്പാത്തുവിന്റെ അവരുടെ കളി. അല്ലെങ്കിൽ തന്നെ ഈ പ്രേതമൊന്നും ഭൂമിയിൽ ശരിക്കും ഇല്ലാത്തതാണ്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഈ കുഞ്ഞിപ്പാത്തുവിന് ഒരു പ്രേതത്തിനെയും പേടിയില്ല. ഇവളിതെന്ത് ഉറക്കാ ഉറങ്ങുന്നത്? മനുഷ്യന് ചൂടെടുത്തിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഡി കുഞ്ഞാമി, കുഞ്ഞാമി, ഇവൾക്ക് ഈ ചൂടൊന്നുമില്ലേ? മനുഷ്യൻ ഇവിടെ വിയർത്തൊലിക്കുന്നു. അപ്പോഴവൾ പുതപ്പം മൂടിക്കിടന്ന് ഉറങ്ങുന്നത്. ഡി കുഞ്ഞാമി, ഡി എന്നാ സുലൈമാനിക്കാ നീ എന്നാടി ചെയ്യുന്നത്? ഞാൻ ഉറങ്ങുന്നു. നീ ഇത് നോക്ക്. എന്ത്? മേലോട്ട് നോക്കുവാൻ. എന്താ? എന്നാ കാണുന്നത്? ഫാന്. അത് ഞാനും കാണുന്നുണ്ട്. പിന്നെ എന്നാ സുലൈമാനിക്കാ? ആ ഫാന് കറങ്ങാത്തത് കാണുന്നുണ്ടോ നീ? കാണുന്നുണ്ട്. അതിനെന്താ? അവിടെ പൊട്ടത്തി, ഇവിടെ കരണ്ടില്ല. മനുഷ്യനെ ചൂടെടുത്തിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അതിനിപ്പോൾ ഞാനെന്നാ വേണ്ടത്? പറയുമ്പോൾ അവളെന്നാ വേണ്ടത്. അത് പിന്നെ നീ പോയിട്ട് എന്താ കരണ്ടില്ലാത്തതെന്ന് പോയി നോക്ക്. അതെവിടെയാ നോക്കേണ്ടത്? ആകാശത്ത്. നീ ചെന്നിട്ട് എന്താ കരണ്ടില്ലാത്തതെന്ന് പോയി നോക്ക്. മനുഷ്യന് ഇവിടെ ചൂടെടുത്തിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇയാൾക്ക് ചൂടെടുത്തിട്ട് വട്ടായ. നല്ല സ്വപ്നവും കണ്ടു കിടന്നുറങ്ങുകയായിരുന്നു. എല്ലാം നശിപ്പിച്ചു ഇയാള്. പറയും പോലെ ഈ കരണ്ട് ഇതെവിടെ പോയി? പോയിട്ട് കുഞ്ഞു പാത്തുവിനോട് ചോദിച്ചു നോക്കാം. ഒന്ന് പോടാ അവിടുന്ന്. നീ പോടാ. രണ്ടുപേരും പോവേണ്ട. ആ പിള്ളേർ വരുന്നുണ്ടല്ലോ. വേഗം ഈ മുഖംമൂടി അങ്ങ് വെക്കാം. ആ പിള്ളേർ എന്നെ കണ്ട ഉടനെ പേടിച്ച് ബോധം കെട്ടുപോകണം. കുഞ്ഞിപ്പാത്തുവിന്റെ അവരുടെ കളി. ആ പിള്ളേർ എന്താ ഇങ്ങോട്ട് വരാത്തത്? ഇങ്ങോട്ടേക്കല്ലേ അവർ വരുന്നത്? അയ്യോ, കുഞ്ഞാമിന്റെ സൗണ്ട് അല്ല അത് കേൾക്കുന്നത്. അവള് വന്നാൽ എന്റെ പ്ലാനൊക്കെ പൊളിയും. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവൾ വരും മുന്നേ ഒളിച്ചു നിൽക്കാം. അല്ലാതെ വേറൊരു വഴി ഞാൻ കാണുന്നില്ല. അതെന്തിനാ ഞാനിപ്പോൾ കണ്ടത്? എനിക്ക് തോന്നിയതായിരിക്കുമോ? ഇവിടെയൊന്നും ആരുമില്ല. ശരിക്കും മനുഷ്യൻ പേടിച്ചു പോയിക്ക്. അയ്യോ, കുഞ്ഞാമ്മ ഇപ്പോൾ വരും. ഇനിയിപ്പോൾ എവിടെയാ ഞാനൊന്ന് ഒളിക്ക? സോഫയുടെ പിറകിൽ ഒളിച്ചാലോ? കരണ്ട് ഇല്ലാത്തത് കൊണ്ട് എന്നെ അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കില്ല. സോഫയുടെ പിറകിൽ തന്നെ ഒളിക്കാം. ഇനി ഞാൻ നേരത്തെ കണ്ട സാധനം എവിടെങ്ങാനും ഉണ്ടാകുമോ? അതെനിക്ക് തോന്നിയതായിരിക്കില്ലേ. എന്തായാലും ഈ സോഫയുടെ പിറകിൽ ഒളിക്കണ്ട. അയ്യോ, ആ പിള്ളേർ ഇങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ടല്ലോ. കുഞ്ഞാമിയും വരുന്നുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാ? എന്തായാലും ആ കുഞ്ഞാമി കാണരുത്. അതിനു മുന്നേ ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോയി ഒളിക്കാം. ഇവളിത് എവിടെയാ പോയത്? കുഞ്ഞിപ്പാത്തു, ഈ കുഞ്ഞാമി ഇവിടെ എത്തിയാ? വേഗം ഒളിക്കാം. കുഞ്ഞിപ്പാത്തു, ഇവളിത് എവിടെയാ പോയത്? അവളുടെ റൂമിലൊന്നുമില്ലല്ലോ. പിന്നെ അവളിത് എവിടെയാ പോയത്? എടി കുഞ്ഞിപ്പാത്തു, ഞാൻ ഇത്രയും വിളിച്ചിട്ട് അവൾ വന്നില്ലല്ലോ. എന്നാ സംഭവം? ഇനി അവൾക്ക് വല്ല അപകടം പറ്റിയിട്ടുണ്ടാകുമോ? എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. കരണ്ടുമില്ല. എനിക്കെന്തോ ഒരു പേടി പോലെ.
ഇനി ചിലപ്പോൾ ഈ വീട്ടിൽ വല്ല കള്ളന്മാര് കയറിയിട്ട് കറണ്ട് ഓഫാക്കിയതായിരിക്കുമോ? ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും. ആ കള്ളന്മാർ കുഞ്ഞിപ്പാത്തുവിനെയും കൊണ്ട് പോയിട്ടുണ്ടാകും. ഈ വിളിത് എന്തൊക്കെയാ പറയുന്നത്? ആരെ സൗണ്ടും കേൾക്കുന്നില്ലല്ലോ. എന്റെ അല്ലോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവളെയും കൂടി ഒന്ന് പേടിപ്പിച്ചാലോ? നല്ല വിറ്റുണ്ടാകും. ആദ്യം ആ 2 പിള്ളേരെ പേടിപ്പിക്കാം, എന്നിട്ട് ഇവളെ പേടിപ്പിക്കാം. അല്ലാതെ എന്റെ പ്ലാൻ ഒന്നും നടക്കില്ല. ഒന്നും കൂടി വിളിച്ചു നോക്കിയാലോ? കുഞ്ഞിപ്പാത്തോ, നിങ്ങളായിരുന്നോ? എടാ, ഇത് നിന്റെ ഏന്റിയാണോ അല്ലെങ്കിൽ കുഞ്ഞിപ്പാത്തോ ആണോ? എനിക്കറിയില്ല. 2 പേരും ഒരുപോലെ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാകില്ല. മുഖത്ത് മറുകുണ്ടോ എന്ന് പോയി നോക്കണം. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? അല്ല, നിങ്ങൾ ആരാ? എന്റെ അല്ലോ, ഇത് ഞാൻ തന്നെയല്ലേ? ആണല്ലോ, ഇത് ഞാൻ തന്നെയാണല്ലോ. എടാ, ഇത് ഞാൻ തന്നെയാ. ആര്? ഞാന്. അതല്ല, നിങ്ങൾ ആരാ? ഇത് ഞാൻ തന്നെ. നിങ്ങൾക്കത് പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്? എടാ ഇക്രു, നീ ചൂടാവണ്ട. അത് നിന്റെ ഏന്റി തന്നെയാ. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? ആ മണ്ടത്തരത്തിലുള്ള സംസാരം കേട്ടേരെ എനിക്ക് മനസ്സിലായിക്ക് അത് നിന്റെ ഏന്റി തന്നെയായിരിക്കുമെന്ന്. എടാ സുലൈമാനെ, ഇത് ഞാൻ തന്നെയാടാ സുലൈമാനെ. ഓ സുലൈമാൻ, നിങ്ങൾ മാപ്പള. ഇത് പൊണ്ണുങ്ങളെ, നിങ്ങളോട് എത്ര വർഷം പറഞ്ഞിട്ട് എന്റെ പേര് സുലൈമാനി നല്ല സൽമാനി എന്നാണെന്ന്? അതെന്റെ മാറിപ്പോയതാടാ സുലൈമാനെ. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഇത് നിന്റെ ഏന്റി തന്നെയാണെന്ന്? ഇപ്പോൾ മനസ്സിലായി. ഡാ, എന്നാടാ പ്രശ്നം? ആന മുട്ട. ഇവനെന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? ഡാ മക്കളെ, നിങ്ങൾ ഇങ്ങനെ ചൂടാവാതെ. നിങ്ങൾ കുഞ്ഞിപ്പാത്തൂനെ കണ്ടിനാ? ഇല്ല, വലിയ പാത്തൂനെ കണ്ടത്. ഈ ചെറുക്കന് ബട്ടായിന്നാ തോന്നുന്നത്. ഈ കുഞ്ഞം എന്തപ്പോ പോകാത്തത്? ഇവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. എടി കുഞ്ഞിപ്പാത്തോ, കുഞ്ഞിപ്പാത്തോ, നീ എന്തിനാടാ ഏന്റിയോട് വെറുതെ ചൂടാവുന്നത്? വെറുതെ ഒന്നുമല്ല, നിന്റെ ഏന്റിയുടെ സ്വഭാവം കൊണ്ട് തന്നെയാ ഞാൻ ചൂടാവുന്നത്. നിന്റോട് വഴക്കിടാൻ ഞാനില്ല. അല്ലട പൊട്ട, നമ്മൾ ഏന്റിന്റെ അടുത്തേക്ക് പോകുവാനല്ലേ അങ്ങനെ ഓടി വന്നത്? അതിന് തന്നെയാ ഓടി വന്നത്. പക്ഷെ നിന്റെ ഏന്റിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുവാൻ പറ്റുമോ? ഓരോന്ന് പറഞ്ഞു ചൊറിഞ്ഞോണ്ട് നിൽക്കും. എനിക്ക് വയ്യ നിന്റെ ഏന്റിന്റെ അടുത്ത് പോയി നിൽക്കാൻ. അപ്പോൾ നിന്റെ പേടിയൊക്കെ പോയോ? ഇപ്പോൾ പേടിയൊന്നുമില്ല. എന്നാലും ഈ കറണ്ട് എന്താ വരാത്തത്? കറണ്ട് വന്നിരുന്നെങ്കിൽ പോയി കിടന്നുറങ്ങാമായിരുന്നു. അത് തന്നെ, ഈ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് എന്തോ ഒരു പേടി. നീ ഇവിടെ ഇരിക്കി, നമുക്ക് കറണ്ട് വരുമോ എന്ന് നോക്കാം. പറ്റിയ സമയം, ഇപ്പോൾ തന്നെ പേടിപ്പിച്ചേക്കാം. അതെന്നാ ഒരു സൗണ്ട്? അത് വല്ല പശുവാറ്റം കരഞ്ഞതായിരിക്കും. ഈ പശു കരഞ്ഞതായിരിക്കുമെന്നോ? അപ്പോൾ ആരും പേടിച്ചില്ലേ? ഒന്നും കൂടെ പേടിപ്പിച്ചു നോക്കാം. എടാ സൽമാനെ, അത് പശുവൊന്നുമല്ല. പിന്നെന്തെന്നാ? അത് പോത്തായിരിക്കും. പോത്തിന്റെ അതേ സൗണ്ട്. ഇതെന്തിപ്പോ ഞാൻ പേടിപ്പിച്ചിട്ട് ആരും പേടിക്കാത്തത്? അവരുടെ മുന്നിൽ പോയി നിൽക്കാം. എന്നെ കണ്ടാൽ എന്തായാലും അവർ പേടിക്കും. അതൊന്നൊരു കറുത്ത സാധനം പോലെ. അതെന്റെ നിഴലാണോ? അതെവിടെ പോയി? എടാ ഇക്രു, നീ എന്തെങ്കിലും സൗണ്ട് കേട്ടിനാ? ആടാ, ഞാൻ കേട്ടിനെ. എന്തോ വീഴുന്നത് പോലെയുള്ള സൗണ്ടാണ് ഞാൻ കേട്ടത്. അത് തന്നെയാ ഞാനും കേട്ടത്. ഇനി വല്ല ചക്കയും വീണതായിരിക്കുമോ? ചക്കയൊന്നും ആയിരിക്കില്ലടാ, ഈ റൂമിൽ തന്നെയാ ഞാൻ കേട്ടത്. അങ്ങനെ തന്നെയാ ഞാനും കേട്ടത്. ഇന്നാ വാ, നമുക്കൊന്ന് നോക്കാം. ഡാ സൽമാനെ, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഈ കുഞ്ഞിപ്പാത്തുന് ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നു. ഇവളിത് എവിടെയാ പോയത്? ഇനി സുലൈമാൻ ഖാന്റെ അടുത്ത് ഞാൻ ചെന്നാൽ എനിക്ക് എന്തായാലും വഴക്ക് കിട്ടും. മൂപ്പർക്ക് ചൂടെടുത്തിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇനി ആ പിള്ളേരുടെ അടുത്ത് പോയാൽ അവിടെ നിന്നും വഴക്ക് കിട്ടും. എല്ലാവരുടെയും പണി എന്നെ ഇങ്ങനെ വഴക്ക് പറയലാണ്. പാവം ഞാൻ കുറച്ച് മുഞ്ചുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാരും എന്നെ ഇങ്ങനെ വഴക്ക് പറയണോ? സുലൈമാനിക്ക് എന്നെ വഴക്ക് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ആ പിള്ളേർ എന്തിനെന്നെ വഴക്ക് പറയുന്നത്? അവരുടെ വിചാരം എന്നാ അവര് വലിയ ആളാണെന്നോ? പിള്ളേർ കിട്ടിട്ട് 2 കൊടുത്താലോ? അത് വേണ്ട, ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചിങ്ങ് കിട്ടും.
ഇനി എന്നാ ഇപ്പൊ ചെയ്യാ? ആ, അവരെ ഒന്ന് പേടിപ്പിച്ചാലോ? ആ, അത് നല്ലൊരു കാര്യ. അവർക്ക് മനസ്സിലാകട്ടെ ഈ കുഞ്ഞാമി അത്ര നിസ്സാര കാര്യല്ലാന്ന്. അവരെ ഞാൻ പേടിപ്പിച്ചിട്ട് മൂത്രം വയ്പ്പിക്കും. എന്നിട്ട് ആ മൂത്രം അവരെ കൊണ്ട് തന്നെ വൃത്തിയാക്കിപ്പിക്കുകയും ചെയ്യും. ഈ കുഞ്ഞാമി ആരാ മോൾ? നീ പറഞ്ഞതുപോലെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ ഡൈക്രു. ഇനി നമുക്ക് തോന്നിയതായിരിക്കുമോ? അതെങ്ങനെയാടാ പൊട്ട രണ്ടുപേർക്കും ഒരുമിച്ച് തോന്നുക? അത് നീ പറഞ്ഞത് ശരിയാണല്ലോ. രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? ശരിയാക്കി തരാം. എന്നാലും ആ ചക്ക വീഴുന്ന പോലത്തെ സൗണ്ട് എവിടുന്ന വന്നത്? ഇവിടെയൊന്നും കാണുന്നില്ല. അയ്യോ, എന്താടാ? ദാ ഇത് നോക്ക്. അയ്യോ, എടാ പ്രേതമല്ലേ അത്? ആടാ പ്രേതം തന്നെ. പക്ഷേ പ്രേതം ഇങ്ങനെ ഇടിഞ്ഞു വീഴുമോ? അതറിയില്ലടാ, നീ അതിന്റെ മുഖം നോക്ക്. അത് ശരിക്കും പ്രേതം തന്നെയാ. അപ്പോൾ എന്നെ അവർ കണ്ടില്ലേ? എന്നെ കണ്ടിട്ട് അവർ വിചാരിക്കുന്നത് പ്രേതമാണെന്ന്. മുഖം നോക്ക് പ്രേതത്തിനെ പോലെ ഉണ്ട് എന്നല്ലേ അവർ പറഞ്ഞത്? അതിനവർ എന്റെ മുഖം കണ്ടിട്ടില്ലല്ലോ. എന്തെങ്കിലും ആകട്ടെ, എന്തായാലും എന്നെ കണ്ടിട്ട് തന്നെയല്ലേ അവർ പ്രേതമെന്ന് വിചാരിച്ചത്. നീ ഒന്ന് ശരിക്കും നോക്കിയേ, അത് പ്രേതം തന്നെയാണോ? അത് പ്രേതം തന്നെയാടാ, അല്ലാതെ വേറെ എന്താ? നീ ഇങ്ങോട്ട് നിന്നേ, ഞാനൊന്ന് മര്യാദയ്ക്ക് നോക്കട്ടെ. മര്യാദയ്ക്ക് നോക്കാൻ വരുന്നുണ്ട്. ഒന്നും കൂടെ കുനിഞ്ഞിരിക്കാം, അവന് പെട്ടെന്ന് മനസ്സിലാകരുത്. എനിക്ക് തോന്നുന്നത് ഇത് പ്രേതമല്ലാന്ന്. പിന്നെ എന്തെന്നാ ഇത്? എടാ, ഇത് നിന്റെ ഏന്റിയല്ലേ? എന്ത്? എടാ ഇക്രു, ഇത് കുഞ്ഞാമിത്തയാ, കുഞ്ഞാമിത്ത. അപ്പോൾ എന്നെ കണ്ടുപിടിച്ചുല്ലേ? ഇനി ഇങ്ങനെ ഇരുന്നിട്ടെന്താ? അവർക്ക് മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന്? എഴുന്നേൽക്കാം. എഴുന്നേൽക്ക്. എഴുന്നേറ്റിക്ക്. എന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട് ഇവരിതെവിടെ പോയി? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഇനി ഞാൻ പറ്റിച്ചത് കൊണ്ട് എന്നെ പറ്റിക്കുവാൻ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ടാകും. എന്നെ പേടിപ്പിക്കുവാൻ വേണ്ടി കറുത്ത തട്ടവും ഇട്ട് ഇരിക്കുകയല്ലേ? അങ്ങനെയൊന്നും ഈ കുഞ്ഞാമി പേടിക്കില്ല മക്കളെ. ശരിക്കും ഇതാരാ? ഇക്രുവാണോ അല്ലെങ്കിൽ സുലൈമാനാണോ? ഞാൻ തന്നെ നോക്കാം. ഓ, മുഖം മൂടിയിട്ടതായിരുന്നോ? മനുഷ്യൻ പേടിച്ചു പോയി. ഈ മുഖം മൂടിയും കൂടെ ഊരിക്കളിഞ്ഞാൽ നിങ്ങളുടെ കള്ളക്കളിയെല്ലാം പൊളിയും. എന്നെ മുഖം മൂടിയിട്ട് പറ്റിക്കാമെന്ന് കരുതിയോ? എടാ ഇക്രു, നീ ആരോ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? അതൊന്നും എനിക്ക് അറിയില്ലടാ. എന്റെ ഏന്റി എന്താ എഴുന്നേൽക്കാത്തത്? ഏന്റി എഴുന്നേൽക്ക്. എടാ, നീ ആദ്യം അവരുടെ മുഖം മൂടി മുഖത്ത് നിന്ന് മഴിക്ക്. ഈ കുഞ്ഞാമീൻ അത്ര പെട്ടെന്ന് പറ്റിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. ഈ മുഖം മൂടി മാറ്റിയാൽ മതി, നിങ്ങളുടെ കള്ളക്കളിയെല്ലാം പൊളിയും. ശരിക്കും പ്രേതം. അതാരാ കരയുന്നത്? അറിയില്ലടാ, ആരോ പ്രേതം എന്ന് പറഞ്ഞിട്ട് കരയുന്നത് കേട്ടു. എന്നാൽ നീ വാ, നമുക്ക് നോക്കാം. പ്രേതോ പ്രേതോ. എടാ കുഞ്ഞാമിത്തല്ലേ അത്? അപ്പോൾ പിന്നെ ഇതാരാ? രണ്ട് കുഞ്ഞാമിത്തണ്ടാ? രണ്ട് ഏന്റിയാ? അയ്യോ, എടാ ഇതിലാരാ ശരിക്കും നിന്റെ ഏന്റി? ഇത് തന്നെയായിരിക്കുമോ? അല്ലെങ്കിൽ ഇതായിരിക്കുമോ? പ്രേതോ പ്രേതോ പ്രേതോ. എടാ ഇക്രു, ഇവർ എന്തിനാടാ പ്രേതോ 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 എന്ന് പറയുന്നത്? അറിയില്ലടാ. ഇനി ചിലപ്പോൾ ഈ നിലത്ത് കിടക്കുന്ന കുഞ്ഞാമിത്തനെ കണ്ടിട്ടാണോ പ്രേതം 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 എന്ന് പറയുന്നത്? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർ പ്രേതമാണെന്നാണോ അവർ പറയുന്നത്? അയ്യോ, എന്താടാ? എടാ, ചിലപ്പോൾ അവർ തന്നെയായിരിക്കും പ്രേതം. അതുകൊണ്ടായിരിക്കും അവർ പ്രേതം 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 എന്ന് പറയുന്നത്. അയ്യോ, പ്രേതം പ്രേതം പ്രേതം. എടാ, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അത് തന്നെ, അവർ പ്രേതമാണെങ്കിൽ അവരെന്തിനാ ഇങ്ങനെ കരയുന്നത്? പ്രേതം 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 എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇത് പ്രേതമാണെങ്കിൽ ഇതെന്താ ഇങ്ങനെ നിലത്ത് ബോധം കെട്ടി വീണിരിക്കുന്നത്? പ്രേതങ്ങൾ ബോധം കെട്ടി വീടില്ലല്ലോ. ആടാ, നീ പറഞ്ഞതൊക്കെ കാര്യമാ. പക്ഷെ ഇതിലേതാടാ ശരിക്കും എന്റെ ഏന്റി? ഇതെന്തപ്പാ എന്റെ മൂക്കിലിട്ട് കുത്തുന്നത്? അയ്യോ, ഞാൻ ഇപ്പോൾ തുമ്മും.
അച്ഛി. അയ്യോ, അപ്പോൾ ഇത് തന്നെയാണ് ശരിക്കും പ്രേതം. അയ്യോ, ഞാനിത് എവിടെയുള്ളത്? എന്നിപ്പോ ശരിക്കും സംഭവിച്ചത്? ആ പ്രേതത്തിനെ കണ്ടതേ ഓർമ്മയുള്ളൂ. അതിനുശേഷം എന്നാ സംഭവിച്ചത്? ആ പ്രേതം എവിടെ പോയി? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. എടാ ഇക്രു, ഇവർ എന്തോ പെറുപെറുക്കുന്നുണ്ടല്ലോ. പ്രേതോ പ്രേതോ പ്രേതോ. അയ്യോ, കുഞ്ഞാമിയല്ലേ ഇത്? ഇവളെന്തിനാ പ്രേതം പ്രേതം എന്ന് വിളിച്ച് കരയുന്നത്? അയ്യോ, എന്റെ പിറകിൽ നോക്കിയിട്ടാണല്ലോ അവൾ പ്രേതം പ്രേതം എന്ന് പറയുന്നത്. അപ്പോൾ എന്റെ പിറകിൽ പ്രേതമുണ്ടാകുമോ? ഞാനിപ്പോൾ എങ്ങനെയൊന്ന് തിരിഞ്ഞു നോക്കുക. എടാ ഇക്രു, ഈ പ്രേതം ഇപ്പോൾ നമ്മളെ കാണുമോ? അയ്യോ, അപ്പോൾ ശരിക്കും പ്രേതമുണ്ട്. പിറകിൽ നിന്ന് എന്തൊക്കെ സൗണ്ട് ഞാൻ കേട്ടിന്. ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ? അഥവാ പ്രേതത്തിനെ കണ്ടാൽ അപ്പോൾ തന്നെ ഓടി രക്ഷപ്പെടാം. എടാ, എനിക്ക് ശരിക്കും പേടിയാകുന്നുണ്ട്. ഈ പ്രേതം നമ്മളെ ഇപ്പോൾ കാണുമോ? നീ ഒന്ന് മിണ്ടാതിരിടാ, ആ പ്രേതം കേൾക്കും. പിറകോട്ട് നോക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ആരെയും കാണുന്നില്ലല്ലോ. പിന്നെന്തപ്പാ എന്റെ പിറകിൽ നിന്ന് സൗണ്ട് കേട്ടത്? എനിക്ക് തോന്നിയതായിരിക്കുമോ? എടാ സൽമാനെ, എനിക്ക് കൈവേദനിക്കുന്നുണ്ട്. എടാ, എനിക്കും കൈവേദനിക്കുന്നുണ്ട്. നീ മുറുക്കെ പിടിക്ക്, അല്ലെങ്കിൽ താഴോട്ട് ഇടിഞ്ഞു വീഴും. എടാ സൽമാനെ, നീ ചുമരിൽ പറ്റി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് പല്ലിയെ ഓർമ്മ വരുന്നു. എനിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. എടാ, നീ ചിരിക്കുകയൊന്നും ചെയ്യല്ലേ, നമ്മൾ താഴോട്ട് ഇടിഞ്ഞു വീഴും. ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ. എടാ ഇക്രു, എനിക്ക് മനസ്സിലായി. ഇത് നിന്റെ ഏന്റി അല്ല, ഇത് കുഞ്ഞിപ്പാത്തുവാ, കുഞ്ഞിപ്പാത്തു. അയ്യോ, ഞാനിത് എവിടെയാ ഉള്ളത്? എന്നാ ഇവിടെ സംഭവിച്ചത്? ഇതെന്നാ സാധനം? മുടിയാണോ? പ്രേതോ. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അതെ, ഞാൻ നിങ്ങളെ പേടിപ്പിക്കുവാൻ വേണ്ടി വെറുതെ ഒന്ന് പ്രേതത്തിന്റെ വേഷം കെട്ടിയതാ. അപ്പോൾ ശരിക്കും പ്രേതം വന്നു. എന്നാ ഏന്റി? ഒന്നുമില്ല. അപ്പോൾ ശരിക്കും ഈ വീട്ടിൽ പ്രേതമുണ്ടോ? ഉണ്ട്, അതുകൊണ്ടല്ലേ നമ്മൾ നേരത്തെ കണ്ടത്. എന്നാ ഏന്റി? ഒന്നുമില്ല. അപ്പോൾ ശരിക്കും പ്രേതമുള്ളത് കൊണ്ടായിരിക്കും ഇവിടെ കരണ്ടൊന്നുമില്ലാത്തത്. നിങ്ങളൊന്ന് ബായ് പൊട്ടിയിരിക്ക. കുറെ സമയായി കഹോ കഹോ എന്ന് പറയുന്നേ. പ്രേതമുള്ളത് കൊണ്ടല്ല കരണ്ട് പോയത്. പിന്നെ എങ്ങനെയാ? അത് പിന്നെ അത് ഞാൻ നിങ്ങളെ പേടിപ്പിക്കുവാൻ വേണ്ടി ഞാൻ തന്നെയാണ് മെയിൻ ഓഫ് ആക്കിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലേ? അത് നിങ്ങളെ ഒന്ന് പേടിപ്പിക്കണമെന്നായിരുന്നു എന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഞാൻ പ്രേതത്തിന്റെ വേഷമൊക്കെ കെട്ടിയത്. പക്ഷേ അപ്പോഴേക്കും ശരിക്കും പ്രേതം ഇവിടെ വന്നു. എന്റെ അല്ലാ, ഈ പ്രേതത്തിന് എങ്ങനെയായി വീട്ടിൽ നിന്നും പറഞ്ഞയക്കുക? എന്തായാലും അതിപ്പോൾ നടക്കില്ല. ഇപ്പോൾ രാത്രിയല്ലേ, നമുക്ക് പകൽ എന്തെങ്കിലും ചെയ്യാം. എടാ പൊട്ട, അതിന് പകല് വരെ ആ പ്രേതം നമ്മളെ ഒന്നും ചെയ്യാതിരിക്കുമോ? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ആ പ്രേതത്തിനെ ഒന്നും കാണുന്നില്ലല്ലോ. നമുക്ക് വേഗം കിടന്നുറങ്ങാം. അതെ, പക്ഷേ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ചൂടെടുത്തിട്ട് ഉറങ്ങാൻ പറ്റില്ല. എടാ പൊട്ട, അതിന് കറണ്ട് പോയതല്ലോ, ഈ കുഞ്ഞിപ്പാത്തു ആന്റി മെയിൻ ഓഫ് ആക്കിയതല്ലേ? പറയുമ്പോൾ അത് ശരിയാണല്ലോ. എന്നാൽ കുഞ്ഞിപ്പാത്തു ആന്റി, നിങ്ങൾ പോയിട്ട് മെയിൻ ഓൺ ആക്ക്. എന്ത് മെയിൻ ഓൺ ആക്കാൻ? നിങ്ങൾക്ക് എന്താ ചെവി കേൾക്കുന്നില്ലേ? അതല്ല, നീ മെയിൻ ഓൺ ആക്കാൻ ആരോടാ പറഞ്ഞത്? നിങ്ങളോടന്നെ, അല്ലാണ്ട് വേറെ ആരോടാ? ഞാനാ? ഞാൻ പോവില്ല, എനിക്ക് പേടിയാ. പേടിയെന്നോ? അതെങ്ങനെ ശരിയാകും? അത് പേടി പോയാലെങ്കിൽ ശരിയാകും. അതല്ല, നിങ്ങളല്ലേ മെയിൻ ഓഫ് ആക്കിയത്, അപ്പോൾ നിങ്ങൾ തന്നെ പോയിട്ട് അത് ശരിയാക്ക്. നീ ഒന്ന് പോടാ ചെറുക്ക ഇവിടുന്ന്, എനിക്ക് പേടിയാ. നിങ്ങളല്ലേ വേണ്ടാത്ത പണിയൊക്കെ ചെയ്തത്, നിങ്ങൾ തന്നെ പോയി ഓണാക്ക്. അങ്ങനെ പറയലടാ. അങ്ങനെ തന്നെ പറയൂ. എന്നാ കുഞ്ഞാമി, നീയും കൂടെ വാടി. എന്റെ അല്ലോ, എന്നാ എന്റെ കുഞ്ഞിപ്പാത്തോ, നീ എന്നെ ഒന്ന് വിളിച്ചേക്കല്ലേ, നീ തന്നെ പോയിട്ട് മെയിൻ ഓൺ ആക്കിക്കോ. എന്നടാ ചെറുക്ക, നീയെങ്കിലും എന്റെ കൂടെ വാ. അയ്യോ, ഞാൻ വരില്ല, എനിക്ക് പേടിയാ.
എല്ലാരും ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോവുക? ആരെങ്കിലും എന്റെ കൂടെ വാ, എനിക്ക് പേടിയാ. അയ്യോ പാവം. ഒന്നുമില്ലെങ്കിലും എന്റെ സഹോദരിയല്ലേ, പാവം, ഞാൻ കൂടെ ചെല്ലാം. കുഞ്ഞിപ്പാത്തു, എന്താ നിനക്ക് ശരിക്കും പേടിയാകുന്നുണ്ടോ? ആ ഉണ്ടടി കുഞ്ഞാമി. എന്നാൽ ഞാൻ നിന്റെ കൂടെ പകുതി വരെ വരാം. രക്ഷപ്പെട്ടു, താങ്ക് യു ഡി. പകുതിയെങ്കിൽ പകുതി, അവിടം വരെ നീ വരുന്നുണ്ടല്ലോ. അവിടുന്ന് ഞാൻ ഓടിപ്പോയിട്ട് വേഗം ഓണാക്കും. എന്നാ നീ വാ. വേഗം പോട്. അല്ല, നീ എന്താ വരാത്തത്? എടി കുഞ്ഞാമി, നീ എന്താ വരാത്തത്? ഞാൻ വന്നില്ലേ, നീ പോട്. ഇവിടം വരെ വരുന്ന കാര്യമാണോ നീ പറഞ്ഞത്? ആ, ഞാൻ ഈ റൂമിന്റെ പകുതി വരെ വന്നിട്ട് നിന്നെ സഹായിക്കാമെന്ന് കരുതിയതാ. ഇതിന്റെ പകുതിയാണോ നീ ഉദ്ദേശിച്ചത്? ആ, നീ ഇവിടെ നിന്നും ഓരോന്ന് പറഞ്ഞ് സമയം കളയണ്ട, വേഗം ഓടിപ്പോയിട്ട് ഓണാക്കിട്ട് വാ. ഞാൻ ആയതുകൊണ്ട് നിന്നെ ഇപ്പോൾ സഹായിച്ച്, വേറെ ആരെങ്കിലും ആണെങ്കിൽ നിന്നെ ഇപ്പോൾ സഹായിക്കുമോ? എന്റെ കുഞ്ഞാമി, ഇങ്ങനെയാണെങ്കിൽ നീ എന്നെ സഹായിക്കണ്ടായിരുന്നു. അതെന്താ? എന്റെ നിങ്ങളൊരു ഉപകാരം ചെയ്യുന്നില്ലല്ലോ. അവിടെ നിന്നും ഓരോന്ന് നൊടിയാണ്ട് ഇങ്ങോട്ട് വന്നിരിക്കേ. ഉപകാരം ചെയ്യുന്നില്ലെന്നോ? അവൾക്ക് പേടിയായിട്ട് ഞാൻ പകുതി വരെ നിന്ന് കൊടുത്തതല്ലേ. എന്റെ കുഞ്ഞാമി, നീ എന്നെ സഹായിക്കണ്ട, ഞാൻ പോയിട്ട് തനിയെ ഓണാക്കിയിട്ട് ഓടി വരാം. ഇവൾക്ക് ധൈര്യം വന്നോ? ആ, ചിലപ്പോൾ ഞാൻ ഇവിടെ നിന്ന ധൈര്യത്തിൽ പോയതായിരിക്കും. ഹായ്, കരണ്ട് വന്നു. ഞാൻ കാരണമാ ഇത്ര പെട്ടെന്ന് കരണ്ട് വന്നത്. നിങ്ങൾ കാരണമെന്നോ? അതെങ്ങനെ? ഞാൻ ഇവിടെ നിന്നത് കൊണ്ടല്ലേ അവൾ പേടിയില്ലാതെ ഓടിപ്പോയിട്ട് കരണ്ട് ഓണാക്കിയത്. നിങ്ങളൊന്ന് ബായും പൊട്ടി നിന്നേ, തുടങ്ങുന്നുണ്ട് തള്ളുവാൻ. ആ, കുഞ്ഞിപ്പാത്തു വേണ്ടി വന്നോ? ആ, നിങ്ങൾ പെട്ടെന്ന് പോയി വന്നല്ലോ, അതെങ്ങനെയാ? അതിങ്ങനെ തന്നെ, നീ കാണുന്നില്ലേ? എല്ലാവരും പോയി കിടന്നോ? എടാ സൽമാനെ, കുഞ്ഞിപ്പാത്തു എനിക്കെന്താ ഒരു ദേഷ്യം പോലെ? എനിക്കും തോന്നുന്നുണ്ട്. ചിലപ്പോൾ നിന്റെ കുഞ്ഞാമിത്താൻ്റോട് ദേഷ്യം പിടിച്ചിട്ടാകും. അത് തന്നെയായിരിക്കും, ഏന്റീൻ്റോടുള്ള വെറുപ്പ് കൊണ്ടായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നത്. പറഞ്ഞത് മനസ്സിലാകുന്നില്ലേ? എല്ലാവരും പോയി കിടന്നോ എന്ന്. ഞാൻ പോയി കിടക്കട്ടെ. അല്ല കുഞ്ഞിപ്പാത്തു, നീ പോയി കിടക്കുന്നില്ലേ? എന്റെ കാര്യം ഞാൻ നോക്കിക്കോളും, നീ നോക്കണ്ട. ഇവൾക്ക് ഇതെന്താ പറ്റിയത്? ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. എന്തായാലും സാരമില്ല, കരണ്ട് വന്നല്ലോ, ഞാൻ പോയിട്ട് ഉറങ്ങട്ടെ. കുഞ്ഞിപ്പാത്തു, അപ്പോൾ ഇതാ